അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. സ്വലാത്ത് ചൊല്ലുന്നവരെ അല്ലാഹു തആല പ്രത്യേകം പരിഗണിക്കുകയും അവരുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി കൊടുക്കുമെന്ന് വിശുദ്ധമായ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല എല്ലാ വിധത്തിലുള്ള ആപത്തുകളെ തൊട്ട് കാക്കുമെന്നും ഹദീസിൽ കാണാം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ എഴുതുകയും 10 തിന്മകളെ തൊട്ട് അല്ലാഹു തആല നമ്മെ കാക്കുകയും ചെയ്യും. അതുപോലെ 10 ദറജകൾ അല്ലാഹു തആല ഉയർത്തുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം. നമുക്കെല്ലാവർക്കും കൂടി ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് വലിയ ശ്രേഷ്ഠതകളാണ്, വലിയ കാവലാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുവാനും ആ മുത്തുനബിയുടെ ഹൗദുൽ കൗസറിൽ നിന്നും വെള്ളം കുടിക്കുവാനുമൊക്കെ ഭാഗ്യം കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത്, വളരെ ശ്രേഷ്ഠമായ എന്നാൽ നാവുകൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള ഒരു സ്വലാത്ത് നമുക്കെല്ലാവർക്കും ഒരു 101 പ്രാവശ്യം ചൊല്ലാം. അതെല്ലാവരും ഒന്നിച്ചു ചൊല്ലുക, നല്ല നീയത്ത് മനസ്സിലുണ്ടാവുക. അവസാനം ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ ചെയ്യാം. അള്ളാഹു നമ്മളിൽ നിന്നും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. നമ്മൾ ഈ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലുന്ന സമയത്ത് കൈകൾ ഉയർത്തി തന്നെ ചൊല്ലണം എന്നൊന്ന് നിർബന്ധമില്ല. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ ജോലിയാവാം, മറ്റ് തിരക്കുകളാവാം. ആ സമയത്ത് സ്വലാത്തുകൾ നമുക്ക് വായ കൊണ്ട് ചൊല്ലിയാൽ മതി, ദിക്റുകൾ വായ കൊണ്ട് പറഞ്ഞാൽ മതി. കൈ ഉയർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ സ്വലാത്തുകളും മറ്റ് ദിക്റുകളൊക്കെ നിസ്കാരമില്ലാത്ത ഉമ്മമാർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊക്കെ ചൊല്ലാവുന്നതാണ്. വുളു വേണം അല്ലെങ്കിൽ ശുദ്ധി വേണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ വുളു ഇല്ലാത്ത ആളുകൾക്കും നിസ്കാരമില്ലാത്ത ആളുകൾക്കും ഒക്കെ ഈ സ്വലാത്തുകൾ ഒരുപാട് കണ്ട് ചൊല്ലാവുന്നതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على
على محمد اللهم صل عليه وسلم اللهم صل 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 على محمد
اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه
عليه وسلم اللهم صل على محمد اللهم صل 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 عليه وسلم وصلي على جميع الأنبياء والمرسلين والعاقبة للمتقين والحمد لله رب العالمين. പരിശുദ്ധമായ സ്വലാത്ത് 101 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് 101 പ്രാവശ്യം ഇപ്പോൾ നമ്മളിവിടെ ചൊല്ലി എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ ഒരുപാട് വട്ടം ഇത് ചൊല്ലാവുന്നതാണ്. ഇത് കൃത്യമായ ഒരെണ്ണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ 101, 33, ഇനി 333 എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയധികം സ്വലാത്തുകൾ ഒരുപാട് കണ്ട് ചൊല്ലുക. എപ്പോഴും സ്വലാത്ത് കൊണ്ട് നനയുന്ന ഒരു നാവായി, ഒരു വായയായി നമ്മുടെ നാവ് മാറണം. നമ്മുടെ ചുണ്ടുകൾ നാളെ സാക്ഷി നിൽക്കണം. ഈ സ്വലാത്തുകൾ അല്ലാഹുവേ ഇവൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയതാണ് എന്ന് ചുണ്ടുകളും നാവും നമ്മുടെ വായും സാക്ഷി പറയുന്ന തരത്തിൽ എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഒരുപാട് സ്വലാത്തുകൾ പറയുക. പിന്നെ ഒന്നുകിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്ത് 2-3 പ്രാവശ്യം ആവർത്തിച്ചും നിങ്ങൾക്ക് നമ്മുടെ കൂടെ ചൊല്ലാവുന്നതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയിട്ടുള്ള ഈ സ്വലാത്തിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കുകയും അതിൻ്റെ പ്രതിഫലം ഈ ദുന്യാവിൽ വെച്ച് തന്നെ നമുക്ക് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്വലാത്ത് ചൊല്ലിയ സമയത്ത് എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നോ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എല്ലാ വിധത്തിലുള്ള വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും രോഗങ്ങൾക്കും അല്ലാഹു തആല സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് ഹൗദുൽ കൗസർ മതിയാവോളം കുടിക്കുവാനുള്ള തൗഫീഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളാൽ നമുക്ക് കുടിക്കാനുള്ള തൗഫീഖ് സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു, ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെയൊക്കെ സന്തോഷങ്ങളും അറിയിക്കുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ മരണം വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവർ, ഒരുപാട് പ്രയാസങ്ങൾ എഴുതിവിട്ട ആളുകൾ, അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്ത് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഒരുപാട് കഷ്ടപ്പെടുന്ന മുസ്ലിം സഹോദരന്മാരല്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫലസ്തീൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നാടുകളിലെയും മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ, ക്ഷമ പ്രദാനം ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും മരിക്കുന്ന സമയത്ത് നല്ല മരണം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.